അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളാണ്. അവിടുത്തെ ആദർശം പിന്തുടരുന്ന ആളുകളാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനേതോ, അവിടുന്ന് പഠിപ്പിച്ച ആദർശമേതോ, അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാം ഏതോ അത് സ്വീകരിക്കുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് അഹ്ലുസുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറ്റിയാണ് പറയുന്നത്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ സത്യത്തിന്മേൽ അടിയുറച്ചു നിൽക്കുന്നവരായിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അഹ്ലുസുന്നത്തി വൽ ജമാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തിൽ വ്യക്തമായി അടിയുറച്ച് നിലകൊള്ളുന്നവരായി ആയിക്കൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആ കക്ഷിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചു, ഖാലു വമൻ ഹിയ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന, ദുനിയാവിൽ അല്ലാഹുവിന്റെ സഹായം ലഭിക്കപ്പെടുന്ന, പരലോകത്തിൽ അല്ലാഹുവിന്റെ സഹായം അനുകൂലമായി ലഭിക്കുന്ന, ഖിയാമത്ത് നാൾ വരെ സത്യത്തിന്റെ മേൽ അടിയുറച്ചു നിൽക്കുന്ന ആ സംഘം ആരാണ്? അല്ലാഹുവിന്റെ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി. ഞാനും എന്റെ സ്വഹാബികളും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് ആ മാർഗത്തിലായി നിലകൊള്ളുന്ന ആളുകൾ അവരാണ് അഹ്ലുസുന്ന, അവരാണ് സുന്നത്തിന്റെ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഏതൊരു ആദർശത്തിലാണോ അണിനിരന്നത്, ശേഷം വന്ന 3 ഉത്തമ തലമുറ ഏതൊരു ആദർശത്തിലാണോ നിലകൊള്ളുന്നത് ആ ആദർശത്തിൽ നിലകൊള്ളുന്ന ആളുകൾ അവരാണ് അഹ്ലുസുന്ന.